വാർത്തയിലേക്ക്. തലശ്ശേരി, ഗുരുവായൂർ, ദേവികുളം മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികൾക്ക് മത്സരിക്കാനാകില്ല. നാമനിർദ്ദേശ പത്രിക തള്ളിയ വരണാധികാരികളുടെ നടപടിക്കെതിരായ ഹർജികൾ ഹൈക്കോടതി തള്ളി. കേസിൽ ഇടപെടാനാകില്ലെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം ഹൈക്കോടതി അംഗീകരിച്ചു. ഇതോടെ തലശ്ശേരിയിലും ഗുരുവായൂരിലും BJPക്ക് സ്ഥാനാർത്ഥികൾ ഉണ്ടാകില്ല. ദേവികുളത്ത് സ്വതന്ത്രനെ പിന്തുണയ്ക്കാനാണ് BJP തീരുമാനം. കോടതി വിധി BJPക്ക് കനത്ത തിരിച്ചടിയാണ്. കൂടുതൽ വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി വിധിയിൽ പറയുന്നത്? അശ്വതി, തലശ്ശേരിയിലെ സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ ഫോം എയിൽ BJP ദേശീയ അധ്യക്ഷന്റെ ഒപ്പില്ലാതെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഗുരുവായൂരിലെ സ്ഥാനാർത്ഥി സംസ്ഥാന അധ്യക്ഷന്റെ ഒപ്പില്ലാതെയാണ് പത്രിക സമർപ്പിച്ചത്. ഇത് രണ്ടും സാധുത ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരണാധികാരി ഈ പത്രികകൾ തള്ളിയത്. ഇതിനെതിരെയാണ് ഇരു സ്ഥാനാർത്ഥികളും ഹൈക്കോടതി സമീപിച്ചത്. ഇന്നലെ ഞായറാഴ്ച അവധി ദിവസമായിട്ട് കൂടി അടിയന്തര സിറ്റിംഗ് നടത്തിയാണ് ഇന്നലെ കേസ് പരിഗണിക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്ത് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതനുസരിച്ചുള്ള മറുപടി സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടപടി ക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഘട്ടത്തിലും പിന്നീട് ഒരു തരത്തിലുമുള്ള കോടതികൾക്ക് ഇടപെടാൻ കഴിയില്ല എന്ന ഏറ്റവും സുപ്രധാനമായ ചട്ടമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. ഒപ്പം തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും പത്രിക തള്ളപ്പെട്ടാൽ അവയുമായി ബന്ധപ്പെട്ട പരാതി പിന്നീട് തെരഞ്ഞെടുപ്പ് കേസായി നൽകാമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നത്. തെരഞ്ഞെടുപ്പ് റദ്ദാക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ആ സ്ഥാനാർത്ഥിക്ക് ആവശ്യപ്പെടാൻ കഴിയും. ഇനി ബോധപൂർവമായ രീതിയിലാണ് തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക തള്ളിക്കളയുന്നതെങ്കിൽ പോലും അതും ഒരു തെരഞ്ഞെടുപ്പ് കേസിൽ കൂടി മാത്രമേ നേരിടാൻ കഴിയൂ എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. ഈ രണ്ട് വാദമുഖങ്ങളും അംഗീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു വിധിയുണ്ടായിരിക്കുന്നത്. അതായത് തലശ്ശേരിയിലെയും ഒപ്പം ഗുരുവായൂരിലെയും ദേവികുളത്തെയും സ്ഥാനാർത്ഥികളുടെ പത്രിക സ്വീകരിക്കാത്ത നടപടിയിൽ ഇടപെടാനാവില്ല എന്ന കൃത്യമായ വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. നേരത്തെ സുപ്രീം കോടതിയിൽ നിന്നും രാജ്യത്തെ മറ്റു കോടതികളിൽ നിന്നും സമാനമായ രീതിയിലുള്ള പല കേസുകളും ഉണ്ടായിട്ടുണ്ട്. അവയൊക്കെ ഉദ്ധരിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തങ്ങളുടെ നിലപാട് കോടതിയിൽ പ്രഖ്യാപിച്ചത്. ഈ ഘട്ടത്തിൽ കോടതി ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇടപെട്ടാൽ തെരഞ്ഞെടുപ്പ് വൈകുന്നതിനും ഒപ്പം തെരഞ്ഞെടുപ്പിന്റെ നടപടികളെ മുഴുവൻ താളം തെറ്റിക്കുന്നതിനും ഇടയാക്കും എന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു. നേരത്തെ വളരെ ലഘുവായ ചില പിഴവുകളാണ് ഈ നാമനിർദ്ദേശ പത്രികയിൽ സംഭവിച്ചത് എന്നാണ് BJP സ്ഥാനാർത്ഥികൾ ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ സംസ്ഥാനത്തിന്റെ മറ്റു ചില ഇടങ്ങളിൽ ഭരണാധികാരികൾ ഇത്തരത്തിലുള്ള ചെറു പിഴവുകൾ പരിഹരിക്കാനുള്ള സമയം നൽകി, സാവകാശം നൽകി. എന്നാൽ തങ്ങൾക്ക് ഇതിനുള്ള ഒരു നീതി ലഭ്യമായില്ല, ഇരട്ട നീതിയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത് എന്നൊക്കെയാണ് വാദിച്ചത്. ഒപ്പം ഒരു സ്ഥാനാർത്ഥിയുടെ മത്സരവുമായി ബന്ധപ്പെട്ട കാര്യം ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ഒന്നടങ്കം ബാധിക്കേണ്ടതില്ല എന്ന വാദമാണ് ഈ വാദിഭാഗം മുന്നോട്ട് വെച്ചത്. പക്ഷേ ഈ വാദമുഖങ്ങളൊന്നും ഒരു തരത്തിലും അംഗീകരിച്ചില്ല. കൃത്യമായി തന്നെ മുൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കോടതി വിധികളെ ഉദ്ധരിച്ച് തന്നെയാണ് ഈ കോടതി ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ കക്ഷി ചേരണമെന്നാവശ്യപ്പെട്ട് തലശ്ശേരി മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ അഭിഭാഷകൻ ഇന്ന് കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ കോടതിയിൽ ഈ കേസ് ഫയൽ ചെയ്തില്ല, അല്ലെങ്കിൽ ഹർജി ഫയലിൽ സ്വീകരിച്ചില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഈ കേസിൽ കക്ഷി ചേരാൻ കഴിയില്ല എന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ തലശ്ശേരിയിലടക്കം രാഷ്ട്രീയ ചിത്രവും നമുക്ക് വ്യക്തമാകുന്നു. BJP മത്സരരംഗത്തു നിന്നും മാറുമ്പോൾ അല്ലെങ്കിൽ BJPയെ മത്സരരംഗത്തു നിന്നും മാറ്റേണ്ടത് എത്രമാത്രം അനിവാര്യമാണ് എന്ന് UDF ക്യാമ്പിന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഏതു തരത്തിൽ അവർ ആഗ്രഹിക്കുന്നു എന്നതൊക്കെയാണ് ഈ കേസിൽ കക്ഷി ചേരാൻ ശ്രമിച്ചതിലൂടെയും വ്യക്തമാകുന്നത്. എന്തായാലും സംസ്ഥാനത്ത് തന്നെ BJPക്ക് വലിയ തിരിച്ചടിയാണ്. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ പോലും വലിയ ജാഗ്രത പുലർത്താറുണ്ട്. മുൻ സ്ഥാനാർത്ഥികളുണ്ട്, പൊതുപ്രവർത്തകരുണ്ട്, അഭിഭാഷകരുണ്ട്. ഇങ്ങനെ വിവിധ ശ്രേണിയിലുള്ള ആളുകൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഉണ്ടാകുമ്പോൾ അതിപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പിൽ BJP വലിയ നേട്ടമുണ്ടാക്കാൻ കൊതിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ പിഴവ് സംഭവിച്ചത് എങ്ങനെയെന്നതിന് അവർ മറുപടി നൽകേണ്ടി വരും. ശരി, MS അനീഷ് കുമാറാണ് കോടതിയുടെ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും NDAക്ക് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. 3 മണ്ഡലങ്ങളിൽ NDAക്ക് സ്ഥാനാർത്ഥികൾ ഇല്ല, കോടതി അതിൽ ഇടപെടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. 3 മണ്ഡലങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. കണ്ണൂരിൽ നിന്നും മനു ഭരത്താണ് ആദ്യം ചേരുന്നത്. മനു, ചിത്രം വ്യക്തമായിരിക്കുന്നു. തലശ്ശേരിയിൽ BJP സ്ഥാനാർത്ഥി, NDA സ്ഥാനാർത്ഥി മത്സരിക്കുന്നില്ല. അവിടെ നിന്ന് തരാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? തലശ്ശേരിയിൽ BJP സ്ഥാനാർത്ഥി മത്സരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയപരമായി വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അത് രണ്ട് തരത്തിലാണ്. ഒന്ന്, അത് BJP ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ അതിന് നേരിടുന്ന ഒരു തിരിച്ചടി ഒരു വശത്ത്. മറുവശത്ത് BJP ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പിൽ BJPക്ക് കഴിഞ്ഞ തവണ 22,000-ലധികം വോട്ടുകൾ കിട്ടി. ഇപ്പോൾ അതിൽ കൂടുതൽ വോട്ടുകളുണ്ടെന്ന് അവകാശപ്പെടുന്ന BJP ഈ മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി ഇല്ലാതാകുമ്പോൾ ആ വോട്ടുകൾക്ക് എന്ത് സംഭവിക്കും എന്ന ഒരു ചോദ്യം രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ വളരെ സജീവമാണ്. ഈ രണ്ട് വിഷയങ്ങൾ വളരെ ശക്തമായി ചർച്ച ചെയ്യപ്പെടുന്നു.
ഇപ്പോൾ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അരവിന്ദ് അക്ഷനും അതുപോലെ ഇടത് സ്ഥാനാർത്ഥി എൻ ഷംഷീറും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു പോരാട്ടമാണ് ഇനി തലശ്ശേരിയെ കാത്തിരിക്കുന്നത്. ഇതിൽ BJP അനുഭാവികളും BJP വോട്ടർമാരും എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും ഒരു ഘട്ടത്തിൽ നിർണായകമാണ്. ഏതായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തലശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം എൻ ഷംസീർ വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ജയിച്ചത്. ഏതാണ്ട് 40,000-നടുത്ത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ച ഷംസീർ ഇത്തവണ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. അല്പം മുമ്പ് അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിഞ്ഞു. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. മതനിരപേക്ഷത ഉള്ള വോട്ടർമാർ തന്നെ പിന്തുണയ്ക്കും എന്നാണ് എൻ ഷംസീറിന്റെ നിലപാട്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശക്തമായൊരു ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഇടത് ക്യാമ്പ് ഇപ്പോൾ ഉന്നയിക്കുന്ന ഒരു വലിയ ആരോപണം ഈ അശ്രദ്ധമായി ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് പുറകിൽ ഒരു കോൺഗ്രസ് BJP ബന്ധമുണ്ട് എന്നതാണ്. അത് കൃത്യമായി ജനങ്ങൾക്ക് മുന്നിൽ ബോധ്യപ്പെടുത്താനുള്ള ശ്രമവും ഇടത് ക്യാമ്പ് നടത്തുന്നുണ്ട്. അതേസമയം കോൺഗ്രസ് ആകട്ടെ ഇത് തങ്ങൾക്ക് അനുകൂലമായൊരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കുമെന്ന തികഞ്ഞ പ്രതീക്ഷയിലാണ്. കാരണം ഈ BJP വോട്ടുകൾ ഇടതുപാളയത്തിലേക്ക് നീങ്ങാനുള്ളൊരു സാധ്യതയില്ല. അപ്പോൾ അത് കൂടുതലായും ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് UDF ക്യാമ്പ്. അപ്പോൾ ഇത് രാഷ്ട്രീയമായി ഇനി എന്ത് സംഭവിക്കുമെന്നത് വലിയ ചർച്ചാ വിഷയമാകും. കേരള രാഷ്ട്രീയത്തിൽ തന്നെ വരും കാലങ്ങളിൽ വലിയ വിവാദങ്ങൾക്ക് വരെ തിരികൊളുത്താൻ കഴിവുള്ള ഒരു സാഹചര്യമായിരിക്കും തലശ്ശേരിയിൽ നിന്ന് ഇനി ഉണ്ടാകുക എന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും തലശ്ശേരി വലിയ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദേശീയ നേതാക്കൾ ഇങ്ങോട്ട് വരാനിരിക്കുകയാണ്. പ്രത്യേകിച്ച് അമിത്ഷാ ഇങ്ങോട്ടെത്തി ഇവിടെ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കുമെന്ന് BJP നേതാക്കൾ അറിയിച്ചിരുന്നു. ആ ഘട്ടത്തിലൊക്കെയാണ് ഇവിടെ സ്ഥാനാർത്ഥി ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. മനു ഭരത്താണ് വ്യക്തമായ വിവരങ്ങൾ നൽകിയത്. സുവി വിശ്വനാഥ് ചേരുന്നു ഗുരുവായൂരിലെ വിശേഷങ്ങളുമായി. ഗുരുവായൂരിൽ അഡ്വക്കേറ്റ് നിവേദിത ഇന്നലെയും വലിയ പ്രതീക്ഷ പ്രകടിപ്പിച്ചിരുന്നു ഇന്നത്തെ വിധിയിൽ. പക്ഷേ വിധി തിരിച്ചടിയായിരിക്കുന്നു. എന്താണ് അവിടെ നിന്ന് തരാൻ കഴിയുന്ന വിവരങ്ങൾ? അശ്വതി, BJPയെ സംബന്ധിച്ചിടത്തോളം ക്രമാനുഗതമായി വോട്ട് വർധന ഉണ്ടായിരിക്കുന്ന ഒരു മണ്ഡലമാണ് ഗുരുവായൂർ. ആ മണ്ഡലത്തിലാണ് ഇപ്പോൾ NDAക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. 2011-ൽ 9,000-ഓളം വോട്ടുകളാണ് BJPക്ക് ലഭിച്ചത് എങ്കിൽ അത് 2016 ആയപ്പോഴേക്ക് 2016-ൽ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യം തന്നെയായിരുന്നു സ്ഥാനാർത്ഥി. 25,490 വോട്ടുകളായി വർദ്ധിച്ചിരുന്നു. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വോട്ട് വർധന 30,000-ൽ പരം വോട്ടുകൾ BJPക്ക് ഈ മണ്ഡലത്തിൽ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു വോട്ട് വർധന ഉണ്ടാകും എന്നായിരുന്നു BJP പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അതിനാണ് ഇപ്പോൾ തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. ഏതായാലും ശബരിമല വിഷയത്തെ തുടർന്ന് ഈ ക്ഷേത്ര നഗരങ്ങളിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് BJPക്ക് എന്നാണ് BJPയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഗുരുവായൂരിൽ വലിയൊരു വോട്ട് വർധന ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത് ഇപ്പോൾ ലഭിക്കാതെ പോയിരിക്കുകയാണ്. എന്തായാലും സാങ്കേതിക പിഴവ് മാത്രമാണ് കാരണം എന്നാണ് BJP സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് നിവേദിത പറയുന്നത്. അവർ ഇപ്പോൾ റിട്ടേണിംഗ് ഓഫീസറെ കാണാൻ പോയിരിക്കുകയാണ്. അതിനുശേഷം മാത്രമാണ് അവരുടെ പ്രതികരണം നമുക്ക് ലഭ്യമാവുകയുള്ളൂ. ഏതായാലും ഈ വലിയ വോട്ടുകൾ BJPയുടെ ഈ വലിയ വോട്ടുകൾ ആരിലേക്ക് മറിയും എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്ന കാര്യം. നമുക്കറിയാം ഗുരുവായൂരിൽ UDFന് വേണ്ടി മുസ്ലിം ലീഗാണ് മത്സര രംഗത്തുള്ള KNA ഖാദർ. ഒപ്പം തന്നെ മറുപക്ഷത്ത് CPMലെ NK അക്ബറും പ്രതിനിധീകരിക്കുന്നു. അപ്പോൾ ആരിലേക്ക് ഈ വോട്ട് പോകും എന്നതാണ് ഏറെ ഉയരുന്ന ചോദ്യം. ഈ ചോദ്യത്തിനൊപ്പം തന്നെ BJPക്കാർ ആർക്ക് വോട്ട് ചെയ്യും എന്നുകൂടി ഏറെ വ്യക്തമാണ്. വിശ്വനാഥാണ് ഗുരുവായൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മറ്റൊരു മണ്ഡലം ദേവികുളമാണ് NDA സ്ഥാനാർത്ഥി ഇല്ലാത്ത മറ്റൊരു മണ്ഡലം. സിജോ വി ജോൺ ചേരുന്നു അവിടെ നിന്ന് വിവരങ്ങളുമായി. സിജോ, നേരത്തെ തന്നെ പ്രഖ്യാപിച്ച കാര്യമാണ് ദേവികുളത്ത് സ്വതന്ത്രനെയാണ് BJP പിന്തുണയ്ക്കുന്നത് എന്നത്. എന്തൊക്കെയാണ് ഇന്നത്തെ ഈ കോടതി വിധിയിൽ അവിടെ നിന്ന് ലഭിക്കുന്ന പ്രതികരണങ്ങൾ? ധനലക്ഷ്മിയുടെ പത്രിക തള്ളുന്നതിന് പ്രധാനമായും റിട്ടേണിംഗ് ഓഫീസർ ചൂണ്ടിക്കാണിച്ചിരുന്നത് ഫോം 26-ലെ പിഴവാണ്. ഇത് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ചില കോളങ്ങൾ നീക്കം ചെയ്തതിനു ശേഷമാണ് ഇത് സമർപ്പിച്ചത്. ഈ ഒരു സാഹചര്യമായിരുന്നു ഈ പത്രിക തള്ളുന്നതിനുള്ള കാരണമായി കാണിച്ചിരുന്നത്. എന്നാൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുന്ന പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് ഹൈക്കോടതി ഈ ആവശ്യം തള്ളിയ സാഹചര്യത്തിൽ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകാൻ വേണ്ടിയാണ് ഇപ്പോൾ BJP തീരുമാനിച്ചിരിക്കുന്നത്. NDA അക്കാര്യത്തിൽ നേരത്തെ തന്നെ തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു. സ്വന്തം സ്ഥാനാർത്ഥിയായി ഗണേഷ് എന്നൊരാൾ മത്സരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പിന്തുണ നൽകാൻ വേണ്ടിയാണ് തീരുമാനം. എന്തായാലും ഹൈക്കോടതി വിധി വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ജില്ലയെ പ്രത്യേകിച്ച് ദേവികുളം നിയോജകമണ്ഡലത്തെ സംബന്ധിച്ച് NDAക്ക് എന്ന് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ തവണ മത്സരിച്ച BJP സ്ഥാനാർത്ഥി 9,000 വോട്ടുകൾ നേടിയിരുന്നു. അതോടൊപ്പം തന്നെ
AIDMKയുടെ സ്ഥാനാർത്ഥിയായ ധനലക്ഷ്മി 12,000 വോട്ടുകളാണ് നേടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ AIDMKയുടെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നതിലൂടെ വലിയ രീതിയിലുള്ള വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാമെന്നുള്ള പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ധനലക്ഷ്മിയുടെ സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ നാമനിർദ്ദേശ പത്രിക തള്ളിയത് ഇന്ത്യക്ക് വലിയ ശരി സിജോ, ഇത്തരത്തിലാണ് 3 മണ്ഡലങ്ങളിൽ നിന്നുമുള്ള വിവരങ്ങൾ. TG സജിത്ത് ചേരുന്നു. സജിത്ത്, 3 മണ്ഡലങ്ങളിൽ NDAക്ക് BJPക്ക് സ്ഥാനാർത്ഥികളില്ല എന്ന് പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയോടെ ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടിരുന്ന മുന്നണിക്ക് ഇത് എത്രത്തോളം തിരിച്ചടിയാകും? BJPയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടായതെന്ന കാര്യത്തിൽ തർക്കമില്ല. കോടതിയിൽ നേരിട്ടുകൊണ്ട് അനുകൂല വിധി ഉണ്ടാകുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ കോടതിയിൽ നിന്നും കൂടി തിരിച്ചുകൂടി ഉണ്ടായ പശ്ചാത്തലത്തിൽ 3 ഇടങ്ങളിലും സ്ഥാനാർത്ഥിയില്ല എന്ന അസാധാരണ സാഹചര്യം ഉണ്ടാകുന്നു. സംസ്ഥാനത്തെ ഒരു മുൻനിര കക്ഷിക്ക് ഇത്തരം സ്ഥാനാർത്ഥികളില്ലാത്ത സാഹചര്യം സമീപകാല തെരഞ്ഞെടുപ്പ് ചിത്രങ്ങളിലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് സ്വാഭാവികമായി ഇതിനൊക്കെ മറുപടി പറയാൻ BJP നേതൃത്വം തയ്യാറാവേണ്ടി വരും. അതിൽ ഏറ്റവും പ്രധാനം BJP രാഷ്ട്രീയ കൂട്ടുകെട്ട്, കോൺഗ്രസുമായി കൂട്ടുകെട്ട് നടത്തുന്നു എന്ന CPMന്റെ ആരോപണവും, മറിച്ച് CPMമായി കൂട്ടുകെട്ട് നടത്തുന്നതിന്റെ ഭാഗമാണ് ഈ നീക്കമെന്ന് കോൺഗ്രസ് ആരോപണവും ഉന്നയിക്കുന്നുണ്ട്. ഈ 2 ചോദ്യങ്ങളും സ്വാഭാവികമായും BJP സംസ്ഥാന നേതൃത്വം മറുപടി പറയേണ്ടി വരും. വരും ദിവസങ്ങളിൽ ഈ 3 മണ്ഡലങ്ങളിൽ മാത്രമല്ല മറ്റിടങ്ങളിലുമൊക്കെ ഇത് ചർച്ചയാവുന്നു എന്നതാണ് പ്രധാനപ്പെട്ട സാഹചര്യം. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ഇത് BJPക്കകത്തെ സംഘടനാ പ്രതിസന്ധിയാണ്. കാരണം ഇതിൽ തലശ്ശേരിയും ഒപ്പം തന്നെ ഗുരുവായൂരും BJPയെ സംബന്ധിച്ച അഭിമാന പോരാട്ടം നടക്കേണ്ട ഇടങ്ങളാണ്. അവിടങ്ങളിലെ സ്ഥാനാർത്ഥിത്വമാണ് നഷ്ടപ്പെടുന്നത്. അത് മുതിർന്ന നേതാക്കളുടെ സ്ഥാനാർത്ഥിത്വമാണ് ഇല്ലാതാവുന്നത്. സ്വാഭാവികമായും അത് പാർട്ടിക്കുള്ളിലും വലിയ ചർച്ചകൾക്ക് ഇടവയ്ക്കും. സംസ്ഥാന നേതൃത്വത്തിന്റെ വീഴ്ചയും കരുതപ്പെടും. ഒപ്പം അമിത്ഷാ അടക്കമുള്ള ശരി സജിത്, എന്തായാലും വോട്ടെടുപ്പിന് മുൻപ് തന്നെ NDAക്ക് കിട്ടിയ വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഈ 3 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിക്കൊണ്ടുള്ള കോടതി തീരുമാനം. വിധി പരിശോധിച്ച ശേഷം തുടർ തീരുമാനമെന്ന് ഗുരുവായൂരിലെ BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത. നാമനിർദ്ദേശ പത്രികയിലെ പിഴവ് ബോധപൂർവം വരുത്തിയതാണെന്നും ഇത് ഒത്തുകളിയാണെന്നും CPM നേതാവ് MV ജയരാജൻ പ്രതികരിച്ചു. ഇത് എന്റെ കൂടുതൽ വിശദാംശങ്ങൾ കോടതിയിൽ നിന്ന് ലഭിക്കാനുണ്ട്. അതിനുശേഷമാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ സാധിക്കുകയുള്ളൂ. എന്താണ് കോടതിയുടെ ഫൈൻഡിങ്, ഇതിൽ എന്തെങ്കിലും വയലേഷൻ ഉണ്ട് എന്നുള്ള രീതിയിലോ അത് ഇടപെടാൻ പറ്റാത്തത് കൊണ്ട് മാത്രം ഇടപെടുന്നില്ല എന്നാണോ എന്നുള്ളത്, ദുരുദ്ദേശപരമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടതിന് ശേഷം മാത്രമേ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് ബോധപൂർവം BJP വാങ്ങിയ തിരിച്ചടിയാണ്. അതുകൊണ്ട് തിരിച്ചടി എന്ന വാക്കുപയോഗിക്കാമോ എന്നറിയില്ല. ഇത് കോൺഗ്രസ് BJP വോട്ട് കച്ചവടത്തിനു വേണ്ടി അവർ നോമിനേഷൻ പൂരിപ്പിക്കുമ്പോൾ ബോധപൂർവം അഖിലേന്ത്യാ അധ്യക്ഷന്റെ ഒപ്പില്ലാത്ത ഫോം സമർപ്പിച്ചതാണ്. ഭരണാധികാരി പറഞ്ഞു 19-ാം തീയതി 3 മണിക്ക് മുമ്പ് നിങ്ങൾ സമർപ്പിച്ചിരിക്കണം. സമർപ്പിച്ചില്ല. അപ്പൊ ഇത് അറിയാത്തതല്ല. ആരുടെ പത്രിക തള്ളിയാലും സ്വീകരിച്ചാലും തലശ്ശേരിയിൽ വിജയം ഉറപ്പാണെന്ന് LDF സ്ഥാനാർത്ഥി AN ഷംസീറും പ്രതികരിച്ചു. തലശ്ശേരിയിലെ ഇടത് സ്ഥാനാർത്ഥി AN ഷംസീറാണ് എന്നോടൊപ്പമുള്ളത്. BJP സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയിരിക്കുന്നു. ഇപ്പോൾ ഇടതുമുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും നേർക്കുനേറുള്ള ഒരു പോരാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തിലാണ് AN ഷംസീർ ജയിക്കുകയും ചെയ്തത്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ BJPയുടെ അസാന്നിധ്യം എങ്ങനെ കാണും? അതിൻ്റെ കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിൽ തവണ ജയിക്കും. കാരണം ഈ പത്രിക തള്ളലിനകത്ത് ഉൾപ്പെടെ ചില ദുരൂഹതകളുണ്ട്. അത് കോൺഗ്രസും BJPയും തമ്മിലുണ്ടാക്കുന്ന ധാരണയാണ്. നേരത്തെയും പല ഘട്ടങ്ങളിലും ധാരണ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ 91-ൽ വടകരയിലെ ഭാഗമാണ് തലശ്ശേരി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 91-ൽ അന്ന് പൊതു സ്ഥാനാർത്ഥി വന്നത്. 2001-ലും 2006-ലും കോടിയേരിയെ തോൽപ്പിക്കാൻ അന്ന് സ്ഥാനാർത്ഥിയെ നിർത്തി മരവിപ്പിച്ച് UDFന് വോട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മതനിരപേക്ഷവാദികൾ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും. ഇതൊരു ടൈപ്പാണ്. ഇടത് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ കരുതിക്കൂട്ടി ഈ പത്രിക തെറ്റിപ്പൂരിപ്പിച്ചതാണ് എന്നൊക്കെയുള്ള ഒരു ആരോപണം ഇടത് ക്യാമ്പുകളിൽ നിന്ന് തന്നെ ഉയരുന്നു. അങ്ങനെ വല്ല ഇതുണ്ടോ? അങ്ങനെ കരുതല്ല. അതെല്ലാം വരും ദിവസങ്ങളിൽ കണ്ടെത്തേണ്ട കാര്യമാണ്. ഞങ്ങളങ്ങനെ സംശയിച്ചാൽ ഞങ്ങളെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. കാരണം നോമിനേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവത്തിൽ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. അതെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ളത്, അതിൻ്റെ പിന്നിലെ കാര്യങ്ങൾ എന്താണെന്ന് അറിയണം. അതേസമയം ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിൽ പ്രശ്നം വന്നിട്ടില്ല. ഇത് ധർമ്മടത്തൊരു കരുത്തൻ നിൽക്കുന്നു BJPക്ക്. അതേസമയം ഒരു ദുർബലനെ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കി നിർത്തി എന്നതാണ് ആക്ഷേപം. അതിൽ കഴമ്പുണ്ടെന്നാണോ പറയുന്നത്? അതിൽ കഴമ്പുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എന്നിരുന്നാലും എന്തെല്ലാം കോലാഹലങ്ങൾ ഉണ്ടാക്കിയാലും തലശ്ശേരി അസംബ്ലി മണ്ഡലം ഇടതുപക്ഷത്തിൻ്റെ ബാസ്റ്റിയൻ തന്നെയാണ്. ഇടതുപക്ഷം മികച്ച ഭൂരിപക്ഷത്തിൽ, പോയ വർഷത്തേക്കാൾ ഭൂരിപക്ഷത്തിൽ തലശ്ശേരി അസംബ്ലി മണ്ഡലം നിലനിർത്തും. പക്ഷേ ഈ
കൊണ്ടോട്ടിയിലെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി KP സുലൈമാൻ ഹാജിയുടെ പത്രിക സ്വീകരിച്ചു. ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടി പത്രിക സൂക്ഷ്മ പരിശോധനയ്ക്കായി നീട്ടിവച്ചിരുന്നു. ഇന്ന് കൂടുതൽ പരിശോധനകൾക്ക് ശേഷം വരണാധികാരി പത്രിക സ്വീകരിക്കുകയായിരുന്നു. പാകിസ്ഥാൻ സ്വദേശിയായ ഭാര്യയുടെ വിശദാംശങ്ങൾ മറച്ചുവെച്ച പത്രിക സ്വീകരിച്ചെന്നാരോപിച്ച് UDF രംഗത്തെത്തി. നിയമ നടപടി ആലോചിക്കുമെന്ന് മുസ്ലിം ലീഗ് അറിയിച്ചു. എന്നാൽ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന നിലപാടിലാണ് LDF. മഞ്ചേശ്വരം മണ്ഡലത്തിൽ നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ BSP സ്ഥാനാർത്ഥി K. സുന്ദര BJPയിൽ. K. സുരേന്ദ്രൻ 89 വോട്ടിന് പരാജയപ്പെട്ട കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന സുന്ദര 467 വോട്ടാണ് അന്ന് നേടിയത്. K. സുരേന്ദ്രൻ നേരിട്ട് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് BJPയിൽ ചേർന്നതെന്ന് പറഞ്ഞ സുന്ദര പത്രിക പിൻവലിച്ചു. മഞ്ചേശ്വരത്ത് കഴിഞ്ഞ തവണ സ്വതന്ത്രനായി നിന്ന സുന്ദരിയെ ഇത്തവണ BSP സ്ഥാനാർത്ഥിയാക്കി. എന്നാൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപേ സ്ഥാനാർത്ഥി BJPയിലുമെത്തി. BJP സംസ്ഥാന അധ്യക്ഷനായ K. സുരേന്ദ്രൻ കഴിഞ്ഞ തവണ 89 വോട്ടിന് പരാജയപ്പെട്ടപ്പോൾ സുന്ദര നേടിയത് 467 വോട്ടാണ്. സുന്ദരിയെ കാണാനില്ലെന്നും BJP ഭീഷണിയുണ്ടെന്നും BSP നേതാക്കൾ പരാതി നൽകിയതിന് പിന്നാലെയാണ് സ്ഥാനാർത്ഥിയുടെ കൂടുമാറ്റം. സുരേന്ദ്രൻ നേരിട്ട് ആവശ്യപ്പെട്ടാണ് BJPയിൽ ചേർന്നതെന്നും ഭീഷണിയില്ലെന്നും സുന്ദര പറഞ്ഞു. ഒരു ഹിന്ദുക്കൾ ഒരു സംഘടനയല്ല, അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ നമ്മളെ പാർട്ടിയിൽ പ്രവർത്തിക്കണം. അന്നത്തെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, 467 വോട്ട് പിടിച്ചിട്ട് ഈ 467 എന്ന് പറയുന്നത് വലിയ സംഖ്യയായി, 89 ചെറുതായി നിറഞ്ഞിട്ട് സുരേന്ദ്ര തോറ്റ് എന്നെ പറ്റിയതായിരിക്കും ബുദ്ധിമുട്ടാവാൻ പാടില്ല. അങ്ങനെ ഇപ്പോൾ സുരേന്ദ്രനൊക്കെ ഞാൻ ചെയ്തു. BJP ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയാണ് സുന്ദര പാർട്ടി അംഗത്വം എടുത്തത്. ഏതായാലും BJPയിൽ ചേർന്നെന്ന് സുന്ദര തന്നെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പോലീസ് അന്വേഷണം പാതിവഴിയിൽ അവസാനിപ്പിക്കേണ്ടി വരും. ന്യൂസ് 18 കാസർഗോഡ്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്ക് malayalam.news18.com സന്ദർശിക്കുക. കോൺഗ്രസിൽ നിന്നും രാജിവെച്ച KC റോസക്കുട്ടി CPM-മായി സഹകരിക്കും. വയനാട്ടിലെ ഇടത് സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണത്തിനിറങ്ങും. CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി, കൽപ്പറ്റ LDF സ്ഥാനാർത്ഥി MV ശ്രേയംസ് കുമാർ, ബത്തേരി LDF സ്ഥാനാർത്ഥി MS വിശ്വനാഥൻ തുടങ്ങിയവരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ഇടത് സഹകരണത്തിനുള്ള തീരുമാനം. ഗ്രൂപ്പ് പോരിൽ മനമടുത്താണ് രാജിയെന്ന് KC റോസക്കുട്ടി നേരത്തെ വ്യക്തമാക്കി. സ്ത്രീകൾക്ക് പരിഗണന നൽകാതിരിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന നേതൃത്വത്തിന് കീഴിൽ പ്രവർത്തിക്കാനാവില്ലെന്നും റോസക്കുട്ടി പറഞ്ഞു. പെട്ടെന്ന് ഇതൊക്കെ ഓരോ ദൈവനിശ്ചിതവും നിമിത്തമാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് ഇവരെല്ലാവരും കൂടി ഇവിടെ എത്തിയത്. അപ്പോൾ ഏതായിരുന്നാലും ഞാനപ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്ന പോലെ പ്രവർത്തന രംഗത്തുണ്ടാകും. അതെവിടെയാണെന്നുള്ളത് വ്യക്തമാക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പക്ഷെ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. തീർച്ചയായിട്ടും. കൂടുതൽ വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരുന്നു. രതീഷ്, എന്തൊക്കെ കാര്യങ്ങളാണ് റോസക്കുട്ടി CPM-ൽ ചേർന്ന ശേഷം പറഞ്ഞത്? അവർ പാർട്ടി അംഗത്വം എടുത്തു. എന്തായാലും വലിയ തരത്തിൽ കോൺഗ്രസിന് വലിയ പ്രഹരം ഏൽപ്പിച്ചുകൊണ്ടാണ് KPCC ഉപാധ്യക്ഷ KC റോസക്കുട്ടി ഇപ്പോൾ ഉച്ചയ്ക്ക് 12:00 പാർട്ടിയിൽ നിന്ന് പ്രാഥമിക അംഗത്വം ഉൾപ്പെടെ രാജിവെക്കുകയും 1:30 CPM-ൽ ചേർത്തും പ്രവർത്തിക്കും, ഇടതുപക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്നും അറിയിച്ചിരുന്നത്. വലിയ തരത്തിലുള്ള ആശങ്ക കോൺഗ്രസിൽ, ജില്ലയിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ കോൺഗ്രസിൽ, ഗ്രൂപ്പ് പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള സമയത്താണ് തന്നെ പ്രമുഖ നേതാവായ KPCC ഉപാധ്യക്ഷ KC റോസക്കുട്ടി ടീച്ചർ രാജിവെച്ചിരിക്കുന്നത്. CPM-ന്റെ പ്രമുഖ നേതാവ് PK ശ്രീമതി ടീച്ചർ ഉൾപ്പെടെയുള്ളവർ ടീച്ചറെ വീട്ടിലെത്തിയാണ് എത്തിയപ്പോഴാണ് ടീച്ചർ ഈ സന്നദ്ധത പരസ്പരം വെളിപ്പെടുത്തിയത്. ഇടത് സഹകരണമാണ് ഇനി ഭാവിയിൽ തനിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്. CPM-ന്റെ ഉൾപ്പെടെയുള്ള വർഗീയ വിരുദ്ധ നയങ്ങൾ, സമീപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക, അതോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനാണ് ഇനി ഭാവിയിൽ തീരുമാനമെന്ന് ടീച്ചർ വ്യക്തമാക്കുന്നു. ഇതോടെ കോൺഗ്രസിൽ അടച്ചു വെച്ചിരുന്ന പ്രശ്നങ്ങൾ പ്രശ്നപരിഹാരമായെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിക്കുമ്പോൾ തന്നെ പരിഹാരമായിട്ടില്ലെന്ന് തെളിയുന്ന സംഭവങ്ങളാണ് KPCCയുടെ ഉന്നത നേതാവ് രാജിവെച്ചതോടെ പുറത്തുവരുന്നത്. നേരത്തെ മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ഉൾപ്പെടെയുള്ളവർ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയപ്പോൾ പ്രശ്നപരിഹാരം ഉണ്ടായെന്ന് പറഞ്ഞെങ്കിലും വീണ്ടും കോൺഗ്രസിൽ നിന്ന് രാജി കൂടുതൽ പ്രശ്നങ്ങൾ, ആഭ്യന്തര പ്രശ്നങ്ങൾ കോൺഗ്രസിലുണ്ടെന്ന് തെളിയിക്കുന്നതാണ്. എന്തായാലും KC റോസക്കുട്ടി CPM-ൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു എന്നാണ് ഒടുവിൽ. രതീഷ് വാസുദേവനാണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.
കോൺഗ്രസ് പ്രവർത്തകരുടെ എതിർപ്പ് മറികടന്ന് എലത്തൂർ മണ്ഡലം മാണി സി കാപ്പന്റെ NCKക്ക് തന്നെ നൽകാൻ UDF തീരുമാനം. NCKയുടെ സുൽഫിക്കർ മയൂരി തന്നെ മണ്ഡലത്തിൽ മത്സരിക്കുമെന്നും അടുത്ത തെരഞ്ഞെടുപ്പിൽ സീറ്റ് തിരിച്ചെടുക്കുന്ന കാര്യം ആലോചിക്കാമെന്നും UDF കൺവീനർ MM ഹസൻ പറഞ്ഞു. വിമതരുടെ നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കണം. സുൽഫിക്കർ മയൂരിക്കായി പ്രവർത്തിക്കാനും UDF കൺവീനർ MM ഹസൻ നിർദ്ദേശം നൽകി. സി കാപ്പന്റെ പാർട്ടിക്ക് നൽകിയ സീറ്റ് അത് അവർ ആ സീറ്റ് വിടാൻ തയ്യാറല്ലാത്ത സാഹചര്യത്തിൽ ആ സീറ്റ് മാണി സി കാപ്പന് തന്നെ നൽകണം. നേരത്തെ എടുത്ത തീരുമാനം അതിന്റെ അടിസ്ഥാനത്തിൽ മാണി സി കാപ്പന് തന്നെ നൽകണം എന്നാണ് UDF തീരുമാനിച്ചത്. ആ തീരുമാനം UDFന്റെ പ്രവർത്തകരെ അറിയിക്കുകയാണ്. കോൺഗ്രസ് വിമതൻ ദിനേശ് മണി പത്രിക പിൻവലിക്കുമെന്നും പ്രവർത്തകരുടെ വികാരം മത്സരിക്കുമെന്നും DCC പ്രസിഡന്റ് U രാജീവൻ പറഞ്ഞു. രമേശ് ചെന്നിത്തലയും അതുപോലെ കൺവീനർ ശ്രീ MM ഹസനും ആ തീരുമാനം സഹപ്രവർത്തകരെ ബോധ്യപ്പെടുത്തണം എന്ന് DCC പ്രസിഡന്റ് എന്ന നിലയിൽ എന്നോട് അഭ്യർത്ഥിച്ചു. ഞാൻ ആ തീരുമാനം നോമിനേഷൻ കൊടുത്ത ശ്രീ ദിനേശ് മണിയുമായി അവിടെ ദിനേശ് മണിയെ അറിയിച്ചപ്പോൾ അദ്ദേഹം തന്റെ നോമിനേഷൻ പാർട്ടി താൽപര്യം മുന്നണി താൽപര്യം മുൻനിർത്തി പിൻവലിക്കുകയാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇനി മുന്നണിയുടെ വിജയത്തിനു വേണ്ടി ഒറ്റക്കെട്ടായി എല്ലാവരും രംഗത്തിറങ്ങും. എലത്തൂരിൽ തിരിച്ചടിയുണ്ടായാൽ ഉത്തരവാദിത്വം നേതൃത്വത്തിനായിരിക്കുമെന്ന് ദിനേശ് മണി പ്രതികരിച്ചു. MK രാഘവനെതിരായ വരത്തൻ പരാമർശത്തിൽ സുൽഫിക്കർ മയൂരി മാപ്പ് പറയണമെന്നും ദിനേശ് മണി ആവശ്യപ്പെട്ടു. നിയോജകമണ്ഡലം കമ്മിറ്റി യോഗം ഇന്നിവിടെ ചേരുന്നുണ്ട്. അത് ഞങ്ങൾ നേരത്തെ ചേളന്നൂർ വിളിക്കാൻ തീരുമാനിച്ചാണ്. എന്നാൽ DCCയുടെ പ്രസിഡന്റ് അത് എനിക്ക് കൂടെ അതിനകത്ത് പങ്കെടുക്കണം, അതുകൊണ്ട് ആ മീറ്റിംഗ് ഒന്ന് റീഷെഡ്യൂൾ ചെയ്യണം എന്നുകൊണ്ടാണ് അത് സമയം മാറ്റി ഇങ്ങോട്ട് വിളിച്ചത്. അപ്പോൾ ആ കമ്മിറ്റിയുടെ തീരുമാനം എന്താണോ ആ തീരുമാനം ഞാൻ ശിരസാ വഹിക്കും. വരത്തൻ പരാമർശം MK രാഘവൻ MPക്ക് വേദനയുണ്ടാക്കിയെങ്കിൽ പരസ്യമായി മാപ്പ് ചോദിക്കുകയാണെന്ന് സുൽഫിക്കർ മയൂരി വ്യക്തമാക്കി. ഘടകകക്ഷികളെ പരിഗണിക്കുന്നതിൽ UDF മാതൃകയാണെന്നും സുൽഫിക്കർ മയൂരി പറഞ്ഞു. ഇന്ന് രാവിലെ 11 മണി കഴിഞ്ഞോടുകൂടി ഐക്യജനാധിപത്യം ഒറ്റക്കെട്ട ഇന്നലെ വരെ എന്തെല്ലാം പറഞ്ഞു അതൊന്നും അല്ലല്ലോ ഇനി പറയുന്നത്. പരസ്യമായി ഞാൻ മാപ്പ് പറഞ്ഞിരിക്കുന്നു. MK രാഘവനെ എന്റെ വാക്കുകൾ കൊണ്ട് എന്തെങ്കിലും വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വമല്ല. ഞാൻ ബഹുമാനപ്പെട്ട കേരളത്തിലെ പ്രമുഖനായ കോൺഗ്രസ് നേതാവാണ് MK രാഘവൻ. എന്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും മാനസിക വേദന ഉണ്ടെങ്കിൽ ഞാൻ പരസ്യമായി മാപ്പ് ചോദിച്ചിരിക്കുന്നു. പാലായിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മാണി സി കാപ്പനെ കടന്നാക്രമിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ അവസരവാദിയായ കാപ്പനെ ഒറ്റപ്പെടുത്തണമെന്നും സ്വന്തം നേട്ടം കൊണ്ടാണ് വിജയിച്ചതെന്ന ധാരണയാണ് കാപ്പനെന്നും മുഖ്യമന്ത്രി തുറന്നടിച്ചു. അതേസമയം അവസരവാദി ആരെന്ന് പാലായിലെ ജനങ്ങൾക്കറിയാമെന്നായിരുന്നു കാപ്പന്റെ മറുപടി. 1.5 വർഷം മുമ്പ് മാണി സി കാപ്പനു വേണ്ടി പാലായിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് എതിർ ക്യാമ്പിലുണ്ടായിരുന്ന ജോസ് കെ മാണിക്ക് വേണ്ടിയാണ് ഇത്തവണ വോട്ട് തേടിയത്. കാപ്പനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. കാപ്പൻ അവസരവാദിയാണ്. തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല അല്ലാതെയും ഒറ്റപ്പെടും. എല്ലാ കാലത്തും അവസരവാദികൾക്ക് ജനങ്ങൾ അർഹമായ ശിക്ഷ കൊടുത്തിട്ടുണ്ട്. അത് കേവലമായ തെരഞ്ഞെടുപ്പിലെ പരാജയം മാത്രമല്ല, സമൂഹത്തിലെ അവസരവാദികൾ ഒറ്റപ്പെട്ടു പോകാറുണ്ട്. മുഖ്യമന്ത്രിക്ക് മറുപടി പറയാനില്ല എന്നതായിരുന്നു കാപ്പന്റെ ആദ്യ പ്രതികരണം. കൂടുതൽ ചോദ്യങ്ങൾ ഉയർന്നതോടെ കാപ്പനും തിരിച്ചടിച്ചു. ഞാൻ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ കമ്പനിയെ കുറിച്ചൊന്നും പ്രതികരിക്കാനില്ല. പക്ഷേ പാലായിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആരാണ് അവസരവാദിയെന്ന്. ആ അവസരവാദിത്വത്തിന്റെ മറുപടി തെരഞ്ഞെടുപ്പിലൂടെ ബാലറ്റിലൂടെ അറിയും. ബാലറ്റിലൂടെയല്ല, വോട്ടിംഗ് മെഷീനിലൂടെ അറിയും. മെയ് 2-ാം തീയതി റിസൾട്ട് വരുമ്പോൾ കൃത്യമായി ബോധ്യപ്പെടും. വലിയ ജനപങ്കാളിത്തത്തോടെയാണ് പാലായിൽ ഇടതുമുന്നണി മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം സംഘടിപ്പിച്ചത്. നാളെ കൂടുതൽ ജനപങ്കാളിത്തത്തോടെ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് യോഗം നടത്തി മറുപടി നൽകാനാണ് UDF നീക്കം. മുതിർന്ന നേതാക്കൾ എത്തിയതോടെ പാലായിൽ തെരഞ്ഞെടുപ്പ് അംഗം മുറുകുകയാണ്. ന്യൂസ് 18 പാല. 2019 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കും. അന്തിമ റൌണ്ടിൽ 17 മലയാള ചിത്രങ്ങൾ ഇടം നേടിയിട്ടുണ്ട്. മരക്കാർ, അറബിക്കടലിന്റെ സിംഹം, ജല്ലിക്കെട്ട്, മൂത്തോൻ, കുമ്പളങ്ങി നൈസ്, വൈറസ് തുടങ്ങിയ ചിത്രങ്ങൾ വിവിധ വിഭാഗങ്ങളിലേക്ക് പരിഗണിക്കപ്പെടുന്നുണ്ട്. 5 പ്രാദേശിക ജൂറികൾ ആദ്യഘട്ടത്തിൽ സിനിമകൾ കണ്ട് അന്തിമഘട്ടത്തിലേക്ക് സിനിമകൾ സമർപ്പിക്കുകയായിരുന്നു. കടലിൽ ജാലവിദ്യ കാണിക്കുന്ന ഒരു മാന്ത്രികനുണ്ട്.
കുഞ്ഞാലി. സംവിധാനം, കലാസംവിധാനം, വസ്ത്രാലങ്കാരം തുടങ്ങി സാങ്കേതിക വിഭാഗങ്ങളിലെ പല പുരസ്കാരങ്ങളിലേക്കും പ്രിയദർശന്റെ മോഹൻലാൽ ചിത്രമായ മരക്കാർ, അറബിക്കടലിലെ സിംഹം പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ജല്ലിക്കെട്ടാണ് ഛായാഗ്രഹണം ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളിലേക്ക് പരിഗണിക്കപ്പെട്ട മറ്റൊരു ചിത്രം. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയ റഹ്മാൻ ബ്രദേഴ്സിന്റെ വാസന്തി, മധു സി നാരായണന്റെ കുമ്പളങ്ങി നൈറ്റ്സ്, ആഷിക് അബുവിന്റെ വൈറസ്, അനുരാഗ് മനോഹറിന്റെ ഇഷ്ക്, ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത നിവിൻ പോളി ചിത്രം മൂത്തോൻ തുടങ്ങിയവയാണ് അന്തിമ പട്ടികയിൽ ഇടം നേടിയ 17 മലയാള ചിത്രങ്ങൾ. ആകെ 65 മലയാള സിനിമകളാണ് ദേശീയ പുരസ്കാരത്തിനായി മത്സരിച്ചത്. 2018 8 ചിത്രങ്ങളായിരുന്നു അന്തിമ പട്ടികയിൽ ഇടം നേടിയത്. ഇത്തവണ കൂടുതൽ ചിത്രങ്ങൾ അവസാന റൗണ്ടിൽ എത്തിയത് നേട്ടമാകുമെന്ന പ്രതീക്ഷയിലാണ് മലയാള ചലച്ചിത്ര ലോകം. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ജൂറി കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് കൈമാറിയിരുന്നു. കോവിഡ് വ്യാപനത്തെ തുടർന്നാണ് പുരസ്കാര പ്രഖ്യാപനം 2 മാസത്തോളം വൈകിയത്. ന്യൂസ് 18 ഡൽഹി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് മലയാളം.news18.com സന്ദർശിക്കുക.